അതെൻ്റെ ഡയറി ആയിരുന്നു. ഞാൻ ഇതെല്ലാത്തിൻ്റെ തുടക്കമാണ്. അതിന് വലിയ എക്സാമ്പിളാണ് ഞാൻ. റിയാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ടു സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്. ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നീറ്റ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നീറ്റ് എക്സാംസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും ഉള്ളിൽ, അതായത് സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരിക്കും, ഭയങ്കര വിഷമമായിരിക്കും. വിചാരിച്ച മാതിരി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പഠിച്ചതാ, ഞാൻ എഫേർട്ട് ഇട്ടതാ, പക്ഷേ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു. ഞാൻ അത് ഗോ ത്രൂ ചെയ്ത ഒരാളാണ്, എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. അതെൻ്റെ ഡയറി ആയിരുന്നു. ഞാൻ നിങ്ങളെ മാതിരി നീറ്റ് എക്സാമിൻ്റെ സമയത്ത് ഡയറി എഴുതാറുണ്ടായിരുന്നു. അതുപോലെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് 6th മുതൽ ഡയറി എഴുതുന്ന ശീലമുണ്ട്. 6th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ എനിക്ക് ഒരു ഡോക്ടർ ആവണം, MBBS പഠിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു നീറ്റ് എക്സാം കൊണ്ട് MBBS കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ദ എൻഡ്. ഇനിയും കോഴ്സസ് ഉണ്ട്. ഞാൻ പറയുന്നത് BDS ചൂസ് ചെയ്യണം എന്നല്ല. BDS ഇഷ്ടമാണ് പഠിക്കാനെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ചില സമയത്ത് നമുക്ക് പഠിച്ചവന് ചില വഴികൾ നമുക്ക് അടച്ചു തരും. അത് ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല, കുറേ കാലത്തിന് ശേഷമായിരിക്കും മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ആര് നമ്മളോട് പറഞ്ഞാലും എന്തിനാ വെറുതെ വർഷം വേസ്റ്റ് ആക്കണേ, എന്തിനാ വെറുതെ കിട്ടാത്തതിന് പിന്നാലെ പോകുന്നത് എന്നൊക്കെ നമ്മളെടുത്ത് പറയും. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. എന്നിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഈസ് ദ എൻഡ്. ഇത് നമ്മളുടെ എല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് ചിന്തിക്കരുത്. ഇതെല്ലാത്തിൻ്റെയും തുടക്കമാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇതെല്ലാത്തിൻ്റെയും തുടക്കം. നമുക്കറിയുന്ന കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ എത്രമാത്രം സീറ്റ്സ് ഉണ്ട്, അതുപോലെ എത്ര കോളേജസിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. MBBS എന്നുള്ള ഓപ്ഷൻ എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളതാണ്. നോട്ട് സോ, കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അതിന് വലിയ എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, പക്ഷേ എനിക്ക് കുഴപ്പമില്ല. കാരണം അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. BDS ഫസ്റ്റ് ഇയർ കയറിയ സമയത്ത് ഞാൻ വിഷമിച്ചു, സെക്കൻഡ് ഇയറിന് കയറിയ സമയത്ത് വിഷമിച്ചു, തേർഡ് ഇയറിന് വിഷമിച്ചു. ബട്ട് നൗ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഐ എം സോ സാറ്റിസ്ഫൈഡ്, ഐ എം സോ ഹാപ്പി. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ അലോട്ട്മെൻറ്റ് കൊടുത്തു, കോളേജിൽ കിട്ടി. ഐ വാസ് തിങ്കിങ് വാട്ട് ഈസ് BDS. എനിക്ക് അറിയണ്ടായിരുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ കള്ളം പറയുന്നത്, സത്യമായിട്ടല്ല, എനിക്ക് അറിയണ്ടായിരുന്നില്ല വാട്ട് ഈസ് BDS. ഞാൻ നെറ്റിൽ പോയി അടിച്ചു നോക്കി, അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഓക്കെ ഫൈൻ, ഇനിയിപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തേ പറ്റും, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ BDS എൻ്റർ ചെയ്തപ്പോൾ ഫസ്റ്റ് ഇയർ ഇതാ കിടക്കുന്നു, സെക്കൻഡ് ഇയർ ആയിരുന്നു ഫുൾ ഹെക്റ്റിക് വർക്ക്സ്. ഐ വാസ് ലിറ്ററലി എന്താ പറയുക, ഞാനല്ലാതെ ആയിപ്പോയ അവസ്ഥയാണ്. അത്രയും പഠിക്കാനുണ്ട്, അത്രയും ചെയ്യാനുണ്ട്. എന്തുകൊണ്ട് എന്നിൽ നിന്ന് അത് മാറ്റി എന്നുള്ളത് മേ ബി എനിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം പഠിച്ചവൻ എന്നെ ഈ ഒരു വഴിയിലേക്കാക്കിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. BDS പഠിച്ച സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ട് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യാം. PGs എടുക്കണമെന്ന് നിർബന്ധമില്ല. BDS എടുത്തു കഴിഞ്ഞാൽ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് സാലറി വളരെ കുറവാണെന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പ്രസൻ്റ്ലി പല ആളുകളും നമ്മളെടുത്ത് പറയുന്നുണ്ട്. ബട്ട് എപ്പോഴും നമ്മളൊരു കാര്യത്തിന് നെഗറ്റീവ് സൈഡ് ചിന്തിക്കുമ്പോൾ നമുക്കത് മാത്രമേ കിട്ടുള്ളൂ. എന്തുകൊണ്ട് നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡ് തിങ്ക് ചെയ്യുന്നില്ല? അബ്രോഡ്സ് ഓപ്പർച്യൂണിറ്റി, സ്ലോ ഗ്രോത്താണ് ശരിക്കും ഈ ഒരു കോഴ്സിലുള്ളത്, BDSലുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ MBBS മാത്രമല്ല, അതിൻ്റെ താഴെയും കോഴ്സസ് ഉണ്ട്. അതായത് BDS ആവട്ടെ, MBBS പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കോഴ്സാണ് BDS. MBBS എന്ന് പറയുമ്പോൾ തിയററ്റിക്കലി പഠിക്കുന്നതാണ്. BDS എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ വൈസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. തേർഡ് ഇയർ മുതലേ നമ്മൾ പേഷ്യൻസിൽ ചെയ്തു തുടങ്ങുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ വൺസ് യു എൻ്റർ ഇൻ ടു ദ ഇൻറ്റേൺഷിപ്പ് സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം. അതായത് നമുക്ക് ഓക്കെ ഫൈൻ, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചു വരും. പഠിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് തിങ്ക് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ലൈക്ക് നമുക്ക് BDSന് ക്ലിനിക്സ് ഓപ്പൺ ചെയ്യാം, പ്രൈവറ്റായിട്ട് നമുക്ക് ക്ലിനിക്സ് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ MBBSന് പഠിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അതിന് നോ പറയാൻ പറ്റില്ല. ലൈക്ക് ദേ ഹാവ് ടു ബി അവൈലബിൾ ഫോർ ഓൾ ദി ടൈം. പക്ഷേ BDSനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്മൂത്തായിട്ട് ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നമുക്കൊരു ക്ലിനിക് റൺ ചെയ്ത് പോകാം. കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കുക, റിസർച്ച് ചെയ്യുക, വേറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇങ്ങോട്ട് ആരും വന്ന് ഒന്നും പറഞ്ഞുതരാൻ പോണില്ല. സോ ഇത്രയും മനസ്സിലാക്കുക. എല്ലാത്തിലും അലോട്ട്മെൻറ്റ്സ് കൊടുക്കാം. ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക. നമ്മളുടെ വഴി ഏതാണെന്നുള്ളത് പടച്ചോൻ നമുക്ക് കാണിച്ചു തരും. നമ്മൾ കുറേ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ പിന്നെയും നമ്മളെടുത്ത് തട്ടി മാറ്റുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാകും. അതിപ്പോൾ മനസ്സിലാവില്ല, അത് പടച്ചോൻ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കി തരും. ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് റിയൽ. നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയായിരുന്നു ഞാനും. ഒരുപാട് ആഗ്രഹിച്ച, ഒരുപാട് MBBS വേണമെന്ന് അത്രയും ആഗ്രഹിച്ച ഒരാളായിരുന്നു. ഒരു എക്സാം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നീറ്റ് കൊണ്ടോ അവസാനിക്കുന്നതല്ല ഒന്നും. അതല്ല നമ്മുടെ ലൈഫോ ഫ്യൂച്ചറോ ഡിസൈഡ് ചെയ്യുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാം. അലോട്ട്മെൻറ്റ്സ് കൊടുക്കാം, റിസൾട്ട് വരട്ടെ. ഇപ്പോൾ കൂളാവാൻ നോക്കാം.
ഗോ വിത്ത് ദ ഫ്ലോ. ചില ഡ്രീംസൊക്കെ നമ്മളെടുത്ത് നിന്ന് എടുത്തു മാറ്റുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ട്രസ്റ്റ് ഇൻ ദാറ്റ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വീഡിയോസ് എടുത്തതിന്. ബിക്കോസ് ടുഡേ ഐ എം എ ഡോക്ടർ. ഐ ക്യാൻ റൺ മൈ ഓൺ ക്ലിനിക്. ഐ ക്യാൻ ബി ഫ്രീ ഫ്രം ഓൾ എമർജൻസി സിറ്റുവേഷൻസ് ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ലേൺഡ് ഇറ്റ്, ഐ അച്ചീവ്ഡ് ഇറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട്. നല്ല എഫേർട്ടും നല്ല ഹാർഡ് വർക്കും വേണം ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ. സോ ഒരു കോഴ്സിനെയും ഒന്നിനും ചെറുതായി കാണരുത്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് മതി എനിക്ക് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു. ബൈ.